നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ വാഷിംഗ് സോപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ താമസം. നമുക്ക് ഇത് ഉണ്ടാക്കിയാലും 1 മാസമെങ്കിലും എടുക്കാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് സെറ്റായി കറക്റ്റായിട്ട് വരണമെങ്കിൽ 1 മാസമെങ്കിലും എടുക്കും കേട്ടോ. അല്ല പെട്ടെന്ന് കുളിക്കുന്ന സോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം. ഇത് പറ്റത്തില്ല. ഇത് താമസമാണ്. ഇത് തന്നെ 3-4 ദിവസം ഒരാഴ്ചയെങ്കിലും ഇരുന്നില്ലെങ്കിൽ സൈഡെല്ലാം പോകും. അപ്പോൾ ഇതാണ് ഡോക്ടർ വാഷിൻ്റെ നമ്മുടെ വാഷിംഗ് സോപ്പ്. ഇപ്പം ഒരാഴ്ച ആയതാണ് ഉണ്ടാക്കി വെച്ചിട്ട്. ഇതിനെ എടുത്ത് പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം ഇതിന് വിപണിയിൽ ഇറങ്ങണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ചയായി. ഇന്നെടുത്തത് കാരണം ഒരുപാട് ദിവസം വെക്കാൻ സമയമില്ല. സാധനം ഓർഡറുണ്ട്, കൊടുക്കണം. ഇതുവരെ ഉള്ളത് എല്ലാം പോയി. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ഇവിടെ എടുത്തതാണ്. വീഡിയോ പിടിച്ച് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട്. നേരത്തെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ അല്ലേ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇതുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിത് ഇളക്കിയെടുക്കുമ്പോൾ കൈ കൊണ്ടുള്ള പരിപാടിയല്ലേ. ഈ സൈഡൊക്കെ ചെറുതായിട്ട് പോകും, എഡ്ജൊക്കെ പോകും. നല്ല സോപ്പാണ്. കാരണം കൈയൊന്നും പൊട്ടുമെന്ന് പേടിക്കണ്ട. ഇനി അങ്ങോട്ട് നമുക്ക് ഈ സോപ്പൊക്കെ 15 രൂപയ്ക്ക് കൊടുക്കാൻ മുതലാകാത്ത രീതിയിലോട്ട് സാധനങ്ങൾക്കെല്ലാം വില കയറിയിരിക്കുക. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വില, അറിയാമല്ലോ. ഓടാൻ പറ്റാത്ത രീതിയിലുള്ള വില. നമ്മൾ പാം ഓയിലായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത്. അതിനിപ്പം 300 രൂപ നമുക്ക് ഹോൾസെയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം 140 രൂപയായിരിക്കും. ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്ത വില കയറ്റമാണ് കയറിയിരിക്കുന്നത്. നമുക്ക് നേരത്തെ 90 രൂപയ്ക്ക് ഹോൾസെയിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ 140 രൂപ. സോപ്പിന് അന്ന് ഇന്നൊക്കെ ഒരു വില തന്നെ. വിലയ്ക്ക് മാറ്റമൊന്നും ഇതുവരെയും വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തട്ടി വരും. നേരത്തെ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചെങ്കിലും ഇതിനകത്തുനിന്ന് എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ട് ഞാൻ വിചാരിച്ച് അതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം സമയമായില്ല. എടുക്കുമോ നേരത്തെ എടുത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാൻ സമയമില്ല. സാധനം കൊടുക്കണം. ഒരുപാട് സോപ്പിൻ്റെ ഓർഡറുണ്ട്. ബാക്കിയുള്ള കുളിക്കുന്ന സോപ്പൊക്കെ നമുക്ക് പിറ്റേന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാം. ഇതങ്ങനെ പറ്റത്തില്ല. ഒരാഴ്ചയെങ്കിലും ഇരിക്കണം. അല്ലെങ്കിൽ ഈ അച്ചിയിൽ എടുക്കുമ്പോൾ ഇത് സൈഡെല്ലാം പോകും. അത് മാത്രമല്ല ഇതിനൊരു ഇതുണ്ട്. ഈ കാസി സോഡയുടെ ഒരു ഇതുള്ളത് കൊണ്ട് കുറച്ച് ദിവസം ഇരിക്കണം. ഇതിൻ്റെ ആ ഒരു ചൂട് മാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. കുറഞ്ഞതൊരു 10-15 ദിവസമെങ്കിലും വെച്ചിട്ട് നമ്മളിത് കൊടുക്കത്തുള്ളൂ. സോപ്പിൻ്റെ ലോഷൻ്റെ ഒക്കെ
വീഡിയോ ഇട്ട് അത് നല്ല രീതിയിൽ ഓടുന്നുണ്ട്, ശരിക്കും ആൾക്കാർ വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, സാധനങ്ങൾ ശരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ അത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിനകത്ത് നോക്കുക. ഒരുപാട് കാണികൾക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കേട്ടോ ആ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് സാധനം എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ പിന്നെ കോഴിക്കോട് നിന്ന് ടീം നേരിട്ട് 2 ചേച്ചിമാർ വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുക. ഓച്ചറയിൽ നമ്മൾ ഹോൾസെയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഓച്ചറ തന്നെ വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുക. ഇത്തിരി സമയമെടുക്കുന്ന പണിയാണ്. കാഴ്ചയ്ക്ക് ഒന്നുമില്ല, വിലയ്ക്കൊന്നും ആ പ്രയോജനം ഇല്ല. വൃത്തിയാക്കി പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ജോലിയുണ്ട്. ഇനി ഒരേന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സോപ്പ് ഒന്ന് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് കാണിക്കാം. പാക്ക് ചെയ്യാൻ സമയമായില്ല, കാരണം വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് രണ്ട് ദിവസം നമ്മളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കവർ ഇച്ചിരി വലിയ കവറാണ്, സൈസ് നമുക്കെടുത്ത് കളഞ്ഞിട്ട് സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ച്. ചിലർക്ക് സംശയമുണ്ട് വേറെ സോപ്പൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ. അപ്പോൾ അവരുടെ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ സോപ്പ് ഒട്ടിച്ച് ഏഞ്ചലിൻ്റെ സോപ്പ്, വാറ സോപ്പ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. ബൈ.